ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് ശിഫ നൽകുന്ന വിശുദ്ധമായ ഖുർആനിലെ ആയത്താണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ലഭിക്കുന്ന ക്യാൻസർ കൊണ്ട് നമുക്കറിയാം. ക്യാൻസർ എന്ന് പറയുന്ന മഹാവിപത്ത് കൊണ്ട് ആ ഒരു മുസീബത്ത് കാരണമായിട്ട് ദുഃഖം അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. നമ്മുടെ തൊട്ടടുത്ത പരിസര പ്രദേശത്ത് തന്നെ ചെറിയ മക്കൾക്കടക്കം ക്യാൻസർ വന്നിട്ട് മലദ്വാരത്തിലും അതേപോലെ കുടലിലും ശ്വാസകോശത്തിലും അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ക്യാൻസർ വന്നിട്ട് ഈ അടുത്തൊരു സഹോദരി കിഡ്നിക്ക് ക്യാൻസർ ബാധിച്ചൊരു സഹോദരിയെ കണ്ടു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര കുടുംബങ്ങൾ അതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഓരോ ദിവസവും എൻ്റെ പ്രിയപ്പെട്ടവരെ RCCയിൽ തിരുവനന്തപുരം RCCയിൽ ഓരോ ദിവസവും 10,000-കണക്കിന് ആൾക്കാരാണ് പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ പേഷ്യന്റ് പുതിയ അഡ്മിഷൻ 1000-കണക്കിന് ആൾക്കാർ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. 1000-കണക്കിന് ആൾക്കാർ ദിവസവും പുതിയ അഡ്മിഷനായിട്ട് ക്യാൻസർ പേഷ്യന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിന്തിച്ചു നോക്കിക്കുക, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ക്യാൻസർ കോശങ്ങളില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ കോശങ്ങളില്ല എന്ന്? ഒരാൾക്കും പറയാൻ കഴിയില്ല. നമുക്ക് പല വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ക്യാൻസർ ആണോ അല്ലെങ്കിൽ മാരകമായ രോഗമാണോ എന്ന് പോലും നമ്മൾ ഭയപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നുണ്ട്. നമ്മളങ്ങനെ ഭയന്നുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു രോഗമില്ലെങ്കിൽ വേറൊരു രോഗം. ഇങ്ങനെ ക്യാൻസറിന്റെ പിടിയിൽപ്പെട്ടുകൊണ്ട് ജീവിതം നമ്മൾ വല്ലാതെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മാ. എല്ലാ ശിഫാവും ഖുർആനിലുണ്ട്, എല്ലാ രോഗത്തിന്റെയും ശമനം ഖുർആനിലുണ്ട്. പക്ഷേ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തത് കൊണ്ടാണ് നമുക്കതിന് സാധിക്കാത്തത്. ഖുർആനുമായി ബന്ധം നമ്മൾ ഉണ്ടാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാണല്ലോ. അല്ലാഹുവാണല്ലോ രോഗം തരുന്നത്. ആ പടച്ച റബ്ബുനാ തമ്പുരാൻ മാത്രമാണല്ലോ നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കുന്നത്. എത്ര മരുന്നുകളാ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ രോഗങ്ങൾക്ക് വല്ല മാറ്റവും ഉണ്ടോ? വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഇവിടെ പൊന്തി വരുന്നുണ്ടല്ലോ. വലിയ വലിയ യൂണിവേഴ്സിറ്റികളും വലിയ വലിയ ഹോസ്പിറ്റലുകളും ഇവിടെ പൊന്തി വരുന്നുണ്ട്. ഒരുപാട് മരുന്നുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നല്ലോ. ഒരുപാട് ഹോസ്പിറ്റലുകൾ വരാത്തൊരു കാലമുണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ ഇത്രയും രോഗമില്ലായിരുന്നു, പ്രശ്നങ്ങളില്ലായിരുന്നു, സമ്മർദ്ദങ്ങളില്ലായിരുന്നു, മാനസികമായ സംഘർഷങ്ങളില്ലായിരുന്നു, ക്യാൻസർ പെരുകുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് മരുന്നുകൾ ഒരുപാട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് രോഗമില്ലാത്ത വീടുകൾ വളരെ കുറവാണല്ലോ പ്രിയപ്പെട്ട പെങ്ങളെ. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ഭയമാ. എനിക്ക് ക്യാൻസർ ആണോ? ഡോക്ടറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗത്തിന് വേണ്ടി കടന്നു ചെല്ലുമ്പോ ഡോക്ടർ പറയാണ്, ഇന്ന സ്കാൻ ഒന്ന് ചെയ്തു നോക്ക്, ഇന്ന സ്കാൻ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്ത പേടിയാണ്, മനസ്സിടിക്കാൻ തുടങ്ങുകയാണ്. വല്ലാത്ത ഭയം കൊണ്ട് രാവിലെ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. അല്ലാഹുവേ, ഉറക്കം പോലും ഇല്ലാതെ രാത്രി കാലങ്ങളിൽ കിടന്നുകൊണ്ട് കരയുകയാ. അല്ലാഹുവേ, നാളെ സ്കാനിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും നമ്മളെ ഭയപ്പെടുത്തുന്ന റിസൾട്ടുകൾ വന്നാൽ എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നോർത്തുകൊണ്ട് വിലപിക്കുന്ന ഉമ്മ,
നിന്റെ അടുക്കൽ വിശുദ്ധമായ ഖുർആനില്ലേ? നിന്റെ അടുക്കൽ വിശുദ്ധമായ ഖുർആനില്ലേ? ഒരു നേരമെങ്കിലും അതെടുത്തുകൊണ്ട് പാരായണം ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇതുവരെയും അതൊന്ന് തുറന്നു നോക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ആ ഖുർആൻ ഓതുന്നതൊന്ന് കേൾക്കാൻ നിനക്ക് മനസ്സ് കാണിച്ചിട്ടുണ്ടോ? ഇതുവരെയും ആ ഖുർആൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്താണ് അതിലുള്ളത്, എന്താണ് ഇതിന്റെ പവിത്രത എന്ന് പോലും അറിയാതെ നടക്കുന്ന എത്ര ഉമ്മമാരുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സൂറത്തുൽ ഫാത്തിഹ ഓതിയാ പോലും വല്ലാത്ത പ്രതിഫലമാ. സബ്ഉൽ മസാനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, അത് സൂറത്തുൽ ഫാത്തിഹ സ്വലാത്തുകളുടെ രാജാവാണ്. സ്വലാത്ത് പോലെ നമ്മളെ ദിക്ർ പോലെ ചൊല്ലി ചൊല്ലി നടന്നാൽ എത്ര പ്രതിഫലമാ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് കിട്ടുന്നതും അറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹ വലിയൊരു ഔഷധമാണ്. നമ്മൾ പാടത്തോടെയും പറമ്പത്തോടെയും കടന്നു പോകുമ്പോ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ. എന്നാ നമ്മൾ അതിൻ്റെതായ മഹത്വം നമ്മൾ മനസ്സിലാക്കാറില്ല. എന്നതുപോലെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, നമ്മുടെ മക്കൾ ഓതാറുണ്ടല്ലോ. പള്ളിയിൽ പോകുമ്പോൾ ഇമാം ഓതുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹ ഇല്ലാതെ നമ്മുടെ നിസ്കാരം സഹീഹല്ലല്ലോ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രതിഫലം എന്താ? ആ സൂറത്തുൽ ഫാത്തിഹാന്റെ പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? ആ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നിരന്തരമായി നമ്മൾ ഓതിയാൽ എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാ. എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാ. മാനസിക സമ്മർദ്ദങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നിനക്ക് വല്ലാതെ ശിഫയുണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് വേണ്ടതെല്ലാം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് വന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ അള്ളാന്റെ റസൂൽ അവിടുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ, സൂറത്തുൽ ഫാത്തിഹ ഓത്, സൂറത്തുൽ ഫാത്തിഹ ഓത്. അത് നിനക്ക് എന്തുദ്ദേശമാണോ നിനക്കുള്ളത്, എന്തൊക്കെയാണോ നിനക്ക് വേണ്ടത്, അത് മുഴുവനും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നിനക്ക് ലഭിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ മാറാനുള്ള ആയത്തുകളാണ്. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുണ്ടല്ലോ, നമ്മൾ ഭയപ്പെടുന്ന രോഗമാണ് ക്യാൻസർ. അതേപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങള്, വൃക്ക സംബന്ധമായ രോഗങ്ങള്, കരള് സംബന്ധമായ രോഗങ്ങള്, മൂത്രാശയ ക്യാൻസർ, അങ്ങനെ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. ഈ അടുത്തൊരു ഉമ്മ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം എന്താണെന്നറിയോ? രാത്രിയിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ശ്വാസം മുട്ടങ്ങോട്ട് വരും. രാത്രിയിൽ കിടക്കുമ്പോ എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടലാണ്, എന്തെന്നറിയാത്ത വെപ്രാളമാ. ഒരു നേരം ആ ശ്വാസം അങ്ങോട്ട് നിലച്ചു പോയാൽ വല്ലാത്ത വെപ്രാളമാണല്ലോ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണേ, എന്റെ ഈ രോഗമെന്ന് മാറാ, ഒന്ന് ദുആ ചെയ്യടേ, ഒന്ന് ദുആ ചെയ്യടേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്ര ഉമ്മാമാരാണ് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് റബ്ബേ, ക്യാൻസർ എന്ന് പറയുന്ന മഹാവിപത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ വിശുദ്ധമായ ഖുർആനിൽ എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഖസസ് നിങ്ങൾ എടുക്ക്, സൂറത്തുൽ ഖസസ് നിങ്ങൾ എടുക്ക്. സൂറത്തുൽ ഖസസിന്റെ 22 മുതൽ 28 വരെയുള്ള ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യേ. നിസ്കാരം കഴിഞ്ഞിട്ട്
നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഖസസിന്റെ 22 മുതൽ 28 വരെയുള്ള ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയന ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി سواء السبيل ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين قال إني أريد أن أنكحك إحدى ابنتي هاتين على تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين قال ذلك بيني وبينك أيما الأجلين قضيت فلا عدوان علي والله على ما نقول وكيل സൂറത്തുൽ ഖസസിന്റെ സൂറത്തിന്റെ ആയത്താണ്. ഇനി നമ്മൾ ഓതാൻ പോകുന്ന സൂറത്തുൽ ഫത്ഹാണ്. സൂറത്തുൽ ഫത്ഹിന്റെ 29ാമത്തെ ആയത്ത് എടുക്കണം. ഖുർആൻ തുറക്ക്, ഖുർആൻ എടുക്ക്. ഖുർആൻ തുറന്നുകൊണ്ട് സൂറത്തുൽ ഫത്ഹ് എടുക്കുക. സൂറത്തുൽ ഫത്ഹിന്റെ 29ാമത്തെ ആയത്ത് എടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم بالتوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار
وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. ഇനി സൂറത്ത് അലം നശ്റഹ് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. സദഖല്ലാഹുൽ മൗലാനൽ അലിയുൽ അലീം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സൂറത്തിന്റെ ആയത്തുകളും ഈ സൂറത്ത് അലം നശ്റഹും എല്ലാം ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും നിങ്ങൾ ഇത് മന്ത്രിക്കണം. വെള്ളത്തിൽ നല്ല വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് നിങ്ങൾ മന്ത്രിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല നിയത്തോടു കൂടി വേണം ഓതാൻ. നല്ല ഭംഗിയോടെ നിങ്ങൾ ഓതണം. ഞാൻ ഇവിടെ വെച്ചിങ്ങനെ ഓതുന്നത് കൊണ്ടാണ്. നല്ല ഭംഗിയോടെ നിങ്ങൾ ഓതിയിട്ട് നല്ല നിയത്ത് വെക്കണം. എന്റെ ഭർത്താവിന്റെ ക്യാൻസർ മാറണം, എന്റെ ക്യാൻസർ മാറണം, എന്റെ മക്കളുടെ ക്യാൻസർ മാറണമല്ലോ. നമ്മുടെ പൊന്നാര മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. ഒരു ദിവസം പോലും നമുക്ക് ഉറങ്ങാൻ കഴിയില്ലല്ലോ. മക്കൾക്കൊരു പനി വരുന്നത് പോലും നമുക്ക് സഹിക്കില്ലല്ലോ. ആ മക്കൾക്കെങ്ങാനും ക്യാൻസർ വന്നാൽ, നമ്മുടെ ഒരു സുഹൃത്തിന്റെ പൊന്നുമോന് ക്യാൻസറാണ്, ശരീരം മുഴുവനും ക്യാൻസറാണ്. അല്ലാഹുവേ, അവരതാ ക്യാൻസർ സെന്ററിൽ കിടക്കുമ്പോ അവരോട് അന്വേഷിക്കുന്ന സമയത്ത് പറയുന്നത് എന്താണെന്നറിയോ? മകന്റെ ശരീരം മുഴുവനും ക്യാൻസറാണ്, ശരിയാണ്, വേദനയാണ്. പക്ഷേ മറ്റുള്ള ചെറിയ കുട്ടികളുടെ അവസ്ഥകൾ കാണുമ്പോ എന്റെ പൊന്നുമോനൊരു കുഴപ്പവും ഇല്ലല്ലോ. എന്റെ പൊന്നുമോനൊന്നുമില്ല ഉസ്താദേ. മറ്റുള്ള കുട്ടികളുടെ അവസ്ഥ കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്യാൻസർ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കണേ. വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരുന്ന് കഴിച്ചോ കുഴപ്പമില്ല. ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളൊന്ന് മന്ത്രിച്ചിട്ട് നിങ്ങളൊന്ന് കുടിച്ചു നോക്ക്. അല്ലാഹു നിങ്ങൾക്ക് രോഗം ശിഫയാക്കി തരുന്നവരാണ്.